അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇദ്ദേഹം രക്തസാക്ഷികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിദ്യാർത്ഥി സമരത്തിനെ കുറിച്ചൊക്കെ പറയാൻ ഡിവൈഎഫ്ഐയുടെ നേതാവിന് എന്ത് യോഗ്യതയാണുള്ളത്? ബികോം പാസ്സാവാത്തവനെ എംകോം പാസ്സാക്കി പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി നേടിയ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കുള്ളതിനേക്കാൾ ഞങ്ങൾ പറയുമ്പോൾ മറുപടി പറഞ്ഞു നടന്ന കാര്യത്തിന്റെ പുറകിൽ നിന്ന് എന്ത് രാഷ്ട്രീയം? നീലിമേ, പറയൂ പറയൂ. ശ്രീ ഉല്ലാസ്, അങ്ങേക്ക് മറുപടി പറയാനുള്ള സമയമാണ്. ഞാൻ ചോദിക്കട്ടെ, PSC പരീക്ഷയിലെ കുട്ടികൾ എഴുതിയ കുട്ടികൾ PSC പരീക്ഷ എഴുതിയ കുട്ടികൾ മുട്ടുകാലിൽ ഇഴഞ്ഞ് ഇവിടെ സമരം നടത്തുമ്പോൾ പിൻവാതിൽ നിരാഷ്ട്രീയത്തിലൂടെ അവനവന്റെ കൊടി പിടിച്ചവന്മാർക്ക് യാതൊരുവിധ യോഗ്യതയും നോക്കാതെ ജോലി കൊടുത്തവരാണ് ഇന്ന് ഇവിടെ ന്യായീകരണ തൊഴിലാളിയായി വരുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ വിരോധാഭാസത്തെ ചൂണ്ടിക്കാണിക്കണ്ടേ? 2, എംകോം ബികോം ജയിക്കാതെ എംകോമിലേക്ക് സീറ്റ് മേടിച്ചു കൊടുത്ത സമയത്ത് നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ നേതാക്കന്മാരും അതിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഞങ്ങൾ എതിർക്കേണ്ട രാഷ്ട്രീയം കൃത്യമായിട്ടില്ലേ? 3, ഇവിടുത്തെ നഴ്സുമാരെ പോലെയുള്ള ആളുകൾ സമരം ചെയ്ത സമയത്ത് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ? അവരുടെ കാര്യത്തിന് വേണ്ടി ആ സമരത്തിന് എന്താ ന്യായവും മര്യാദയും ഉണ്ടായിരുന്നില്ലേ? എന്തേ നിങ്ങളുടെ സർക്കാർ കൃത്യത ഉണ്ടാകാഞ്ഞത്? ആശാ വർക്കർമാരുടെ സമരം ദിവസങ്ങളോളം എടുത്ത സമയത്ത് നിങ്ങളുടെ സർക്കാർ എന്താ തിരിഞ്ഞു നോക്കാഞ്ഞത്? മുഖ്യമന്ത്രി അവിടെ വണ്ടികളുടെ അടക്കംപടിയോടുകൂടി അങ്ങനെ പാഞ്ഞു കയറിയപ്പോ ആ പാവങ്ങളുടെ മുഖത്തൊന്ന് നോക്കി അവരോടൊന്ന് സ്വാന്തനിപ്പിക്കാൻ, അവരുടെ പ്രയാസങ്ങളെ പഠിക്കാൻ കഴിയാത്ത, അറിയാത്ത, ചിന്തിക്കാത്ത നിങ്ങൾക്ക് ഡൽഹിക്ക് പോകുമ്പോ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ? മനുഷ്യത്വത്തിന്റെ അർത്ഥം ജന്തർ മന്ദറിൽ മാത്രമല്ല സാർ. മനുഷ്യത്വത്തിന്റെ അർത്ഥം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും 10 കൊല്ലം ഈ കേരളം ഭരിച്ച സമയത്ത് നിരവധി മേഖലകൾ, വിദ്യാർത്ഥികൾ, സാധാരണക്കാർ, പ്രയാസം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, തൊഴിലാളികൾ, നിരവധി തൊഴിലാളികൾ, അത് വികലാംഗരായിക്കോട്ടെ, ബസ് തൊഴിലാളികളായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, സാധാരണ പണിക്കാരായിക്കോട്ടെ, അവരനുഭവിക്കുന്ന വേദനകളിലൊന്നും കാണാത്ത നിങ്ങൾ ജന്തർ മന്ദറിലെ വേദനകൾ കണ്ടുവെങ്കിൽ അതിനെയാണ് പറയുന്നത് ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളെന്ന്. ഞാൻ ഉന്നയിച്ച കാര്യം കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞില്ലേ 5 പേർ രക്തസാക്ഷിയായ വിഷയം. ആ രക്തസാക്ഷികളോട് നിങ്ങൾക്ക് നീതി ഉണ്ടായിരുന്നുവെങ്കിൽ, ആ ശവക്കല്ലറ കുത്തി തുറന്ന് പുറത്തു വരാനുള്ള ശേഷി അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ ചോദിക്കുമായിരുന്നു, ഞങ്ങളോടില്ലാത്ത നീതി ജന്തർ മന്ദറിൽ കാണിക്കുന്നോ എന്ന് അവർ ചോദിക്കുമായിരുന്നു. അത് കുത്തി തുറന്ന് പുറത്തു വരാൻ അവർക്ക് ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അന്നത്തെ നിലപാടും ഇന്നത്തെ നിലപാടും, ആ നിലപാടും ഈ നിലപാടും തമ്മിൽ പരിശോധന നടത്തിയാൽ അറിയാം അതിന്റെ സത്യം. പിന്നെ ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു സാർ? നിങ്ങൾ എന്തായിരുന്നു അവിടെ എടുത്തത്? നിങ്ങൾ അതിന്റെ ഭാഗമായിരുന്നില്ലല്ലോ. ഞങ്ങൾ നിലപാടെടുത്തവരല്ലെങ്കിൽ, ഞങ്ങൾ ഈ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവരല്ലെങ്കിൽ, നിങ്ങൾക്കെതിരായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ഐഷി ഘോഷിനെ ഏകീഭവനിലേക്ക് നിങ്ങൾ അമിത്ഷായുടെ പോലീസ് കടന്നു ചെല്ലുന്നില്ലേ? ഐഷി ഘോഷിനെ എന്തിനാണ് അമിത്ഷാ ഭയപ്പെടുന്നത്? അമിത്ഷായുടെ പോലീസ് ഭയപ്പെടുന്നത്? ഒരു കൊച്ചു പെൺകുട്ടി ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സമരത്തിന്റെ മുഖമായി മാറിയതിന് അവരെ വേട്ടയാടുന്നില്ലേ? ഈ രാജ്യത്തിന്റെ ഭരണകൂടവും ഭരണകൂട സംവിധാനവുമാകെ SFIയുടെ നേതാവാണ് എന്ന ഒരൊറ്റ കാരണത്താൽ ഐഷി ഘോഷിനെ വേട്ടയാടുന്നിടത്താണ് ഇടതുപക്ഷത്തിന്റെ ഈ രാജ്യത്തെ പ്രസക്തി തീരുമാനമെടുക്കാഞ്ഞ്, ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാഞ്ഞ്, ഈ കേരളത്തിൽ നിരവധി പേപ്പറുകൾ ലീക്കേജ് ചെയ്തപ്പോ എന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങളുടെ മന്ത്രിമാർ രാജിവെക്കാഞ്ഞ് എന്താ നിങ്ങൾക്ക് ഉത്തരമുട്ടുന്നേ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും SFIയുടെ അന്വേഷണത്തിന്റെ ഭാഗമല്ല, ഒരു കാരണവശാലും ED വന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു കാരണവശാലും മക്കൾ ചെയ്ത തെറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു കാരണവശാലും സ്വന്തം ബന്ധുക്കൾ മന്ത്രിസഭയിൽ കൊണ്ടുപോയി ജോലി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ഒരു സിസ്റ്റത്തിനകത്ത് ഉദ്യോഗസ്ഥർ കാണിച്ച നീതികേടിനെ മന്ത്രി എന്ന ഉത്തരവാദിത്വം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് ആ വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു രാജ്യത്തിന്റെ വിദ്യാർത്ഥികളോടും ചെറുപ്പക്കാരോടുമുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ധാർമ്മികത ഉയർത്തിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് എന്ന്, അതിനെ ഉൾക്കൊള്ളുന്നവരുടെ പേരാണ് ദേശത്തിന് അനുകൂലിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം കൊടുക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളുന്ന പേരാണ് സംഘപരിവാർ BJP എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് വിഷമം കൊണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴും എന്താണ്, ഈ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവന്റെ കൂടെ പോകണം, അവന് കൈയടിക്കണം, അവന് വേണ്ടി പാട്ട് പാടണം, അവന് വേണ്ടി ആടി പാടി നടന്ന് ഈ രാജ്യത്തിനെതിരായി നിങ്ങൾക്ക് സമരം നടത്തണം. അത് ഒരു സമയത്തിലും അംഗീകരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇന്ത്യ
മഹാരാജത്വം എവിടെയും തൊടാതെ എവിടെയും ഇല്ലാതെ ഈ ഗതി നിങ്ങളുടെ പാർട്ടിക്ക് വന്നത്. ഇന്ന് നിങ്ങളുടെ ബ്രിട്ടാസ് ഒരു കോമഡി അടിക്കുന്നത് കേട്ടു, ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് പോലീസ് കയറിയെന്ന്. ഔദാര്യമാണ് സാർ ദേശീയ പാർട്ടി എന്ന ലേബൽ ഇപ്പൊ നിങ്ങൾക്കുള്ളത്. ഔദാര്യമാണ്. നിയമപരമായിട്ട് ദേശീയ പാർട്ടി എന്ന ലേബൽ കിട്ടാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഔദാര്യം മാത്രമാണ്. അതുകൊണ്ട് ആ ദേശീയ പാർട്ടി ആകാൻ ആദ്യം പഠിക്ക്, അതിനുവേണ്ടി ആദ്യം പണിയെടുക്ക്. ജനങ്ങളുടെ മുമ്പിൽ പ്രതിനിധികളെ നിർത്തി ജയിപ്പിച്ച് പാർലമെന്റിൽ വന്ന് അവിടെ സംസാരിക്ക്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മറ്റെന്തെങ്കിലും കാര്യം കൂടെ അവിടെ ചർച്ച ചെയ്യാം. അല്ലാതെ പുറത്ത് കിടന്ന് വിഘടനവാദികൾക്ക് വേണ്ടി കരയാൻ നിൽക്കല്ലേ. അത് മോശമാണ്, രാഷ്ട്രീയ മാന്യതയുമല്ല.